ഇപ്പോൾ നമ്മൾ ഇൻറ്റിജറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ നോക്കി. ഇനി നമ്മൾ ഡബിളിലോട്ട് വരുമ്പോൾ, ഡബിളിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നോക്കാം. പെർസെൻറ്റ് ഡോട്ട് ഈസ് ഫൈനൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഫൈനൈറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 96.5 ഈസ് ഫൈനൈറ്റ്. ഒരു ഫൈനൈറ്റ് നമ്പർ അല്ലേ? യെസ്. അപ്പോൾ ട്രൂ പ്രിൻ്റ് ചെയ്തു. ഇനി സെയിം തന്നെ ഈസ് ഇൻഫൈനൈറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഈസ് ഇൻഫൈനൈറ്റ് ആണോ? 96.5 എന്നുള്ളത് നേരത്തെ നമ്മൾ ഫൈനൈറ്റ് ആണോ ചെക്ക് ചെയ്തപ്പോൾ ട്രൂ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ അത് ഇൻഫൈനൈറ്റ് ആണോ? അല്ല. അപ്പോൾ ഫോൾസ് പ്രിൻ്റ് ചെയ്തു. ദെൻ നമ്മൾ പെർസെൻറ്റ് ഡോട്ട് ഈസ് നോട്ട് എ നമ്പർ, ഈസ് നോട്ട് എ നമ്പർ അല്ലേ? അപ്പോൾ നമ്പർ ആകുമ്പോൾ ഈസ് നാൻ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ ഫോൾസ് പ്രിൻ്റ് ചെയ്തു. ദെൻ റൺ ടൈം ടൈപ്പ് നേരത്തെ നമ്മൾ പറഞ്ഞു ആബ്സല്യൂട്ട് ഫങ്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ പ്രിൻ്റ് ചെയ്യുക. നേരത്തെ കേസിൽ നമുക്ക് റിട്ടേൺ ചെയ്യുക ഒരു ഇൻറ്റീജറാണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. ബട്ട് ഇവിടെ ഡബിളിൻ്റെ കേസിൽ റിട്ടേൺ ചെയ്യുക എന്നതാ ഡബിൾ എന്നുള്ള വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 96.5ൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ എടുക്കാം. ആബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ എന്താ വരിക? 96.5. ആ ഒരു എന്താ പറയുക, നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തത് ആ നമ്പറിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ, അതായത് ആ നമ്പർ തന്നെ എടുക്കുകയാണ്. നെഗറ്റീവ് ആകുമ്പോൾ അത് നെഗറ്റീവ് ഡിക്ലൈൻ ചെയ്തിട്ട് നമ്മൾ ആ വാല്യൂ മാത്രം എടുക്കും. ഓക്കെ, ദെൻ പെർസെൻറ്റ്, നെക്സ്റ്റ് ആബ്സല്യൂട്ട് ഫങ്ഷൻ നോക്കി, ദെൻ സീൽ ചെയ്യുക. നമുക്ക് പെർസെൻറ്റ് ഡോട്ട് സീൽ എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്തു. സീൽ എന്നുള്ള ഫങ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. 96.5 എന്നുള്ള ആ ഒരു പെർസെൻറ്റേജിനെ നമ്മൾ സീൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തപ്പോൾ നമുക്ക് 97 എന്നാണ് കിട്ടിയത്. 97 കിട്ടി. ജസ്റ്റ് സീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സീൽ ചെയ്യുക എന്ന് പറയില്ലേ? അതായത് ജസ്റ്റ് ഞാൻ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞുതരാണ്. സീൽ ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ റൂമൊക്കെ സീൽ ചെയ്യൂലേ, അപ്പോൾ മുകളിൽ വരുന്നതാണ് സീലിങ്. അപ്പോൾ ആ സീലിംഗ് എന്നുള്ള ആ ഒരു മൈൻഡിൽ കൂടുന്നിട്ട് ദെൻ സീൽ ഫങ്ഷൻ നമ്മൾ ആലോചിക്കുക. സീൽ ഫങ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ 0.5 ആയതുകൊണ്ട് 97 എന്നുള്ള പ്രിൻ്റ് ചെയ്തു. ഇനി നമുക്ക് 0.4 ആക്കി നോക്കാം. നമ്മൾ പഠിച്ചിട്ടില്ലേ മാത്സൊക്കെ, ബേസിക് മാത്തമാറ്റിക്സിലൊക്കെ 0.5 താഴെയാണെങ്കിൽ നമ്മൾ ആ ഒരു വാല്യൂ, അല്ലാന്നുണ്ടെങ്കിൽ അതായത് 96.4 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 96 എന്നും, അതല്ല 96.5 ആൻഡ് എബവ് ആണെന്നുണ്ടെങ്കിൽ 97 എന്ന് എഴുതാന്നുള്ളത് പറഞ്ഞു. ബട്ട് നമ്മൾ സീൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന സമയത്ത് 96.4 ആണെങ്കിലും 96.5 ആണെങ്കിലും 96.6 ആണെങ്കിലും നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? ഈ 96ൻ്റെ മുകളിലുള്ള വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. അതിനാണ് നമ്മൾ സീൽ ഫങ്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ സീൽ എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്തു. ഇതിനി ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഡാറ്റ ടൈപ്പ് എന്താണ്? ഇപ്പോൾ പെർസെൻറ്റ് എന്നുള്ളതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രിൻ്റ് സ്പെല്ലിങ് നോക്കണേ. പെർസെൻറ്റ് ഡോട്ട് റൺ ടൈം ടൈപ്പ്. ഇനി നമുക്ക് സ്പെല്ലിങ് ശ്രദ്ധിക്കണേ ടൈപ്പ് ചെയ്യുമ്പോൾ. ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഡബിൾ എന്നുള്ള വാല്യൂ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ഡോട്ട് സീൽ എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. നമുക്ക് എന്താ കിട്ടിയത്? 97 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്തില്ലേ? യെസ്, റിട്ടേൺസ് 97. ഇനി നമ്മൾ ജസ്റ്റ് ഈ പെർസെൻറ്റ് ഡോട്ട് സീൽ എന്നുള്ളത് നമുക്ക് ഈ പേഴ്സൺ എന്നുള്ള വേരിയബിളിലോട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു ബി എന്നുള്ളൊരു വേരിയബിളിലോട്ട് നമ്മൾ അസൈൻ ചെയ്യാണ്. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ പേഴ്സൺ എന്നുള്ള ഒരു വേരിയബിളിലോട്ട് തന്നെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ അസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ എറർ വന്നു. എന്തുകൊണ്ടാണ് എറർ വന്നത്? എ വാല്യൂ ഓഫ് ടൈപ്പ് ഇൻറ്റ് കാൺ ബി അസൈൻ ടു എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഡബിൾ എന്നുള്ള എ വാല്യൂ ഓഫ് ടൈപ്പ് ഇൻറ്റ് അതായത് ഈ സീൽ എന്നുള്ള പ്രോപ്പർട്ടി ഇൻറ്റിജറാണ് റിട്ടേൺ ചെയ്യുക.
ആ ഇൻറ്റിജർ റിട്ടേൺ ചെയ്യുക. അതായത് ഈ സീൽ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പുള്ള ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അതിനെ നമ്മൾ പെർസെൻറ്റ് നമ്മൾ ഡബിൾ ആക്കിങ്ങാണ്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ലേ, ആ ഡബിളിലോട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എ വാല്യൂ ഓഫ് ടൈപ്പ് ഇൻറ്റ്, അതായത് സീൽ എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് റിട്ടേൺ ചെയ്യുക ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ഓക്കെ, അത് നമുക്ക് അസൈൻ ചെയ്യാൻ പാടില്ല. അതായത് പെർസെൻറ്റ് എന്നുള്ള വേരിയബിൾ നമ്മൾ ഡബിൾ ആക്കി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ആ ഡബിളിലോട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ സീൽ പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിന് നമുക്ക് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, സെയിം ഫങ്ഷൻ തന്നെ ചെയ്യുന്നത്, ബട്ട് എന്താ പറയുക, നമുക്ക് ഡബിൾ വാല്യൂ റിട്ടേൺ ചെയ്യും. ആ ഒരു പ്രോപ്പർട്ടി ഏതാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സീൽ ടു ഡബിൾ, സീൽ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കേസിൽ പറയാം, അത് ഇതുകൊണ്ടാണ്. ഓക്കെ, സീൽ ടു ഡബിൾ, അതായത് ഇത് ഡബിളിലോട്ടാണ്, അതായത് ഇത് സീൽ ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, ഐ മീൻ ഡാറ്റ ടൈപ്പ് എന്താക്കിയിട്ടാണ് അത് റിട്ടേൺ ചെയ്യുക, ഡബിൾ ആക്കിയിട്ടാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, സോറി, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തില്ലല്ലോ, പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കണം, അപ്പോഴാണ് നമുക്ക് ജസ്റ്റ് പെർസെൻറ്റ് എന്നുള്ളത് നമ്മൾ പ്രിൻ്റ് ചെയ്തു, പെർസെൻറ്റ് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മളിങ്ങനെ അസൈനിങ് ഒക്കെ വരുന്ന കേസിൽ നമ്മൾ ഡബിളാണ് ഡാറ്റ ടൈപ്പ് എങ്കിൽ, അതായത് ഡബിൾ എന്നുള്ള ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾക്കാണ് നമ്മൾ അസൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സീൽ ടു ഡബിൾ എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സെയിം ആൻസറാണ് നമുക്ക് കിട്ടിയത് 97. ഇതുപോലെ തന്നെയാണ് ഫ്ലോർ എന്നുള്ളതും. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചു, നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. പ്രിൻ്റ് പെർസെൻറ്റ് ഡോട്ട് ഫ്ലോർ എന്നുള്ള പ്രോപ്പർട്ടി. ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ, താഴെയാണ് ഫ്ലോർ. അപ്പോൾ ഫ്ലോറിൽ 96.6 എന്നുള്ള നമ്പറിൻ്റെ ഫ്ലോർ വാല്യൂ എന്താ ഫ്ലോർ വാല്യൂ ആ 96.6ൻ്റെ അടുത്ത് നിൽക്കുന്ന താഴെയുള്ള ഹോൾ നമ്പർ ഏതാ, 96. ഓക്കെ, അപ്പോൾ ഫ്ലോർ വാല്യൂ പ്രിൻ്റ് ചെയ്തു. ഇനി ഈ ഒരു കേസിൽ നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് ഫ്ലോർ വാല്യൂ പ്രിൻ്റ് ചെയ്തു. നമ്മൾ ഇനി ഇതുപോലെ നേരത്തെ നമ്മൾ സീൽ പ്രോപ്പർട്ടി യൂസ് ചെയ്ത പോലെ നമുക്ക് അസൈനിങ് വരുന്ന കേസിൽ നമ്മളിപ്പോൾ ഈ ഡബിൾ എന്നുള്ള വാല്യൂയിലോട്ട്, ഡബിൾ ഡാറ്റ ടൈപ്പുള്ള പെർസെൻറ്റേജിലോട്ട് നമ്മൾ അസൈൻ ചെയ്യാണ്. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഫ്ലോർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ, യൂസ് ചെയ്ത് നോക്കാം. യൂസ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല, എറർ വന്നു. എന്ത് എററാണ് വന്നേ നമുക്ക് നോക്കാം. ജസ്റ്റ് ആ കേഴ്സർ ഒന്ന് അവിടെ കൊണ്ടുപോയി വെക്കുക. പിന്നെ വാല്യൂ ഓഫ് ടൈപ്പ് ഇൻ കാൺ ബി അസൈൻ ടു എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഡബിൾ, നേരത്തെ വന്ന സെയിം എറർ തന്നെ. എന്താ, ഇത് റിട്ടേൺ ചെയ്യാം ഇൻറ്റിജറാണ്, ബട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത് ഡബിൾ ഡാറ്റ ടൈപ്പുള്ള വേരിയബിളിലോട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഏത് പ്രോപ്പർട്ടിയാണ്, ഫ്ലോർ ടു ഡബിൾ എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഫ്ലോർ ടു ഡബിൾ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എറർ വരുന്നുണ്ടോ, ഇല്ല. അപ്പോൾ സീലിൻ്റെയും ഫ്ലോറിൻ്റെയും സെയിം ഫങ്ഷനാണ് സീൽ ടു ഡബിളും ഫ്ലോർ ടു ഡബിളും. ബട്ട് എന്തിൻ്റെ കേസിലാണ് നമ്മൾ കൊടുക്കുക, നമ്മൾ ഒരു ഡബിൾ, അതായത് നമ്മൾ അസൈൻ ചെയ്യുന്ന കേസിൽ നമുക്ക് പലപ്പോഴും അസൈൻ ചെയ്യേണ്ട കേസസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂ ഡബിൾ ആണോ ഇൻ്റ് ആണോ എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ. നോക്കി, ഇപ്പം നമ്മൾ ഡബിളിൻ്റെ കേസിലെടുത്തപ്പോൾ സീലും ഡബിളും ഫ്ലോറൊന്നും കണ്ടില്ല, കാരണം അത് ഇൻറ്റിജറാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഇൻറ്റിജറിൻ്റെ പ്രോപ്പർട്ടീസിലാണ് നമ്മൾ കാണുക. ഇതിൽ അതൊന്നുമില്ല, ബട്ട് സീൽ ടു ഡബിൾ, ഫ്ലോർ ടു ഡബിൾ ആ പ്രോപ്പർട്ടീസൊക്കെ കാണാണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റിജറിൻ്റെ കേസിൽ പറയുമ്പോൾ നമുക്ക് ഈ ഫ്ലോർ വാല്യൂ സീൽ വാല്യൂ ഒന്നും എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ ഈ ഡെസിമൽസ് വരുന്ന സമയത്താണ് നമ്മൾ റൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോർ വാല്യൂയിലോട്ട് റൗണ്ട് ചെയ്യാം, അതായത് തൊട്ട് താഴ്ന്ന നമ്പറിലോട്ട് റൗണ്ട് ചെയ്യുക, സീൽ വാല്യൂയിലോട്ടും റൗണ്ട് ചെയ്യുക, അതായത് തൊട്ട് മുകളിലുള്ള നമ്പറിലോട്ടും റൗണ്ട് ചെയ്യുക. ഓക്കെ, ഇതന്നെ ഇനി നേരത്തെ നമ്മൾ റിമൈൻഡറിൻ്റെ കേസ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റിലിട്ട് പറയാം, അപ്പോൾ ഒന്നുകൂടെ സിമ്പിളാവും. പെർസെൻറ്റേജ് ഡോട്ട് റിമൈൻഡർ നമുക്ക് 96.6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ
എന്നതാ വരിക? റിമൈൻഡർ 0.5999. ഇതാണ് 96.6 എന്നുള്ള ഒരു ഫ്രാക്ഷൻ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ. ഇതന്നെയാണ് റിമൈൻഡർ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റിമൈൻഡർ പ്രോപ്പർട്ടി. ദെൻ റൗണ്ട് ചെയ്യും. നമുക്ക് 96.6 എന്നുള്ള വാല്യൂ റൗണ്ട് ചെയ്യണം. നമ്മൾ നേരത്തെ റൗണ്ട് ചെയ്യാൻ ഫ്ലോറിന്ന് വെച്ചിട്ട് നമ്മൾ റൗണ്ട് ചെയ്തു, സീൽ വെച്ചിട്ട് റൗണ്ട് ചെയ്തു. ഫ്ലോർ വെച്ച് റൗണ്ട് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യും. സീൽ വെച്ച് റൗണ്ട് ചെയ്യുന്ന സമയത്ത് തൊട്ട് മുകളിലുള്ള ഇൻറ്റിജർ വാല്യൂ റൗണ്ട് ചെയ്യും, മീൻസ് റിട്ടേൺ ചെയ്യും. ഇനി റൗണ്ട് എന്നുള്ള ഫങ്ഷൻ, അതായത് റൗണ്ട് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? 97. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ 0.5 മുകളിലോട്ട്, അതായത് 0.5 5 6 7 അങ്ങനെ മുകളിലോട്ടുള്ള വാല്യൂ ആണെങ്കിൽ തൊട്ട് മുകളിലുള്ള 97 റിട്ടേൺ ചെയ്യും. അല്ല 0.4 മുതൽ താഴോട്ടുള്ളതാണെങ്കിൽ 96 റിട്ടേൺ ചെയ്യും. അത് ബേസിക് മാത്തമാറ്റിക്സ് ആണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ബട്ട് അവിടെ നമ്മൾ സീൽ പ്രോപ്പർട്ടിയും ഫ്ലോർ പ്രോപ്പർട്ടിയും യൂസ് ചെയ്തുകൊണ്ടാണ്. ഫ്ലോർ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ വാല്യൂ കിട്ടുന്നത്. സീൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് തൊട്ട് മുകളിലുള്ള ഇൻറ്റിജർ വാല്യൂ കിട്ടുന്നത്. ഇവിടെ റൗണ്ട് ഫങ്ഷൻ മാത്രം അതായത് റൗണ്ട് ഫങ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു, അതായത് ആ 0.5 എന്താ പറയുക, 0.5 താഴെയാണോ 0.5 മുകളിലാണോ അല്ലെങ്കിൽ 0.5 ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമുക്കിവിടെ വാല്യൂ റിട്ടേൺ ചെയ്യുക. അപ്പോൾ നേരത്തെ ഞാൻ 96.6 കൊടുത്തു, അപ്പോൾ 97 റിട്ടേൺ ചെയ്തു. 96.5 കൊടുത്താലോ, അപ്പോഴും നമുക്ക് 97 റിട്ടേൺ ചെയ്യുക. അതായത് 0.5 അതിന് മുകളിലോ ആണെങ്കിൽ നമുക്ക് തൊട്ട് മുകളിലുള്ള ഇൻറ്റിജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അല്ല 0.5 താഴെയുള്ളതാണെങ്കിൽ, അതായത് 0.4 ആണെങ്കിൽ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? 96 ആണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ മുകളിലുള്ള വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ ഇവിടെ സീൽ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. അതായത് മുകളിലുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇനിയിപ്പോൾ 96.4 ആണെങ്കിൽ പോലും നമുക്ക് 97 വേണം, റിട്ടേൺ ചെയ്യണം. ആ ഒരു സമയത്ത് നമ്മൾ സീൽ യൂസ് ചെയ്യുക. ഇനി ഇവിടെ 96.8 ആണ്, ആ സമയത്ത് നമുക്ക് 96 മതി, 97 വേണ്ട. അങ്ങനത്തെ കേസിൽ നമ്മൾ ഫ്ലോർ ഫങ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പം 96 റിട്ടേൺ ചെയ്യുക. 96 റിട്ടേൺ ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി ഏതാ? നെക്സ്റ്റ് പ്രോപ്പർട്ടി റൗണ്ട് ടു ഡബിൾ. ഇപ്പം നേരത്തെ നമ്മൾ സീൽ ടു ഡബിളും ഫ്ലോർ ടു ഡബിളും പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. അതായത് നമ്മൾ ഒരു ഡബിൾ അസൈൻ ചെയ്യുന്ന കേസിൽ പേഴ്സൻറ്റ് എന്നുള്ളത് അസൈൻ ചെയ്യാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ നോക്കാം. പേഴ്സൻറ്റിലോട്ട് നമ്മൾ $.double എന്നുള്ളത് $.double എന്നുള്ളത് അസൈൻ ചെയ്തു. ഇങ്ങനെ അസൈൻ ചെയ്യുക റൗണ്ട് ടു ഡബിൾ. ഇങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ എന്താ വരിക? റൗണ്ട് ടു ഡബിൾ 97 വരും. 97 നമുക്ക് റിട്ടേൺ ചെയ്യും. സോറി, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് റിട്ടേൺ ചെയ്യാത്തത്. നമുക്ക് എന്താ പ്രിൻ്റ് ചെയ്യണ്ടേ? പ്രിൻ്റ് പെർസെൻറ്റേജ് ആണ് നമുക്ക് പ്രിൻ്റ് ചെയ്യണ്ടേ. അതായത് ഇവിടെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് $.round to double റൗണ്ട് ചെയ്യാൻ കൊടുത്തു. ഇനി നമുക്ക് പെർസെൻറ്റേജ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 96.8 ആയതുകൊണ്ട് നമുക്ക് 97 കിട്ടി. ഇനി ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ റൗണ്ട് എന്നുള്ള ഫങ്ഷൻ മാത്രം കൊടുക്കുകയാണേലോ, റൗണ്ട് എന്നുള്ള ഫങ്ഷൻ മാത്രം കൊടുത്തു. അത് പോസിബിൾ ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് കഴ്സർ വെച്ച് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ ഫ്ലോറിൻ്റെയും സീലിൻ്റെയും സെയിം കേസ് പറഞ്ഞ പോലെ തന്നെ എ വാല്യൂ ഓഫ് ടൈപ്പ് ഇൻ കാൺ ബി അസൈൻ ടു എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഡബിൾ എന്നുള്ള ഒരു ടൈപ്പിന് നമ്മൾ ഇൻറ്റ് ഡാറ്റ ടൈപ്പുള്ള ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ഓക്കെ, റൗണ്ട് ടു ഡബിളും റൗണ്ട് ഫങ്ഷൻ്റെ ഒക്കെ ഡിഫറൻസ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കുമ്പോൾ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഏതാ? നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുമ്പോൾ ടു സ്ട്രിങ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ടു ഇൻറ്റ് ടു സ്ട്രിങ്, അതെല്ലാം പറഞ്ഞില്ലേ. ഇവിടെ അതുപോലെ തന്നെ അസൈൻ ചെയ്യുന്ന കേസ് ആവുമ്പോൾ നമ്മൾ ടു സ്ട്രിങ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഈ പെർസെൻറ്റേജ് എന്നുള്ള ഒരു ഡബിൾ വാല്യൂ ആണ്. ആ ഡബിൾ വാല്യൂയിലോട്ട് നമ്മൾ സ്ട്രിങ് അസൈൻ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല.
നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുത്തുകൊണ്ട് അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂ ആ സെയിം ഡാറ്റ ടൈപ്പിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ടു സ്ട്രിങ് എന്നുള്ള പ്രോപ്പർട്ടീൻ്റെ കേസ് പറയണമെങ്കിൽ അസൈൻ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് പ്രിൻറ്റിൻ്റെ അകത്ത് പെർസെൻറ്റേജ് ഡോട്ട് ടു സ്ട്രിങ് ഇട്ട് കൊടുക്കുക. ടു സ്ട്രിങ് എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ ദെൻ നമുക്ക് എന്താ പെർസെൻറ്റേജ് ഡോട്ട് സ്ട്രിങ് എന്നുള്ളത് ഇട്ട് കൊടുത്തു. ദെൻ പ്രിൻ്റ് ചെയ്യാൻ ടു സ്ട്രിങ് %.runtime. അതായത് ഇവിടെ ഈ പെർസെൻറ്റ് എന്നുള്ളത് ഒരു ഡബിൾ വാല്യൂ ആണ്. ദെൻ അതിനെ നമ്മൾ ടു സ്ട്രിങ് എന്നുള്ള ഫങ്ഷനിലോട്ട്, അതായത് ടു സ്ട്രിങ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തെങ്ങാണ്ട് നമ്മൾ റിട്ടേൺ ചെയ്ത് ടു സ്ട്രിങ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തു. ഇത് നമ്മൾ പെർസെൻറ്റേജിനെ വേരിയബിൾ %.toString എന്നുള്ളൊരു ഫങ്ഷൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നമുക്കറിയോ? ഇല്ല, അറിയൂല. ഓക്കെ, ഇനി നമ്മൾ ഈ എൻ്റെ ഡാറ്റ ടൈപ്പ് ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് ഒരു ഡബിൾ വാല്യൂ ആണ്, ഡബിൾ ഡാറ്റ ടൈപ്പാണ്. ആ പെർസെൻറ്റേജ് എന്നുള്ള ഡബിൾ ഡാറ്റ ടൈപ്പുള്ള പെർസെൻറ്റേജിനെ നമ്മൾ ടു സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തു. അതിനുള്ള പ്രോപ്പർട്ടിയാണ് ടു സ്ട്രിങ് എന്നുള്ള ഫംഗ്ഷൻ. ഇനി നമുക്ക് എന്നുള്ളതിൻ്റെ വാല്യൂ സ്ട്രിങ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ടു സ്ട്രിങ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യണേ. അപ്പോൾ ഇനി സ്ട്രിങ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൺ ടൈം ടൈപ്പ് യൂസ് ചെയ്തെങ്ങാണ്ട് നോക്കാം. a.runtime ടൈപ്പ് യൂസ് ചെയ്തെങ്ങാണ്ട് നോക്കുമ്പോൾ എന്നുള്ള വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് സ്ട്രിങ് ആയി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഏതാ? ടു സ്ട്രിങ് ആസ് എക്സ്പോണൻഷ്യൽ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സ്പോണൻഷ്യലായി ടു സ്ട്രിങ് ആസ് ഫിക്സഡ്. അത് നമുക്ക് പ്രിൻറ്റിൻ്റെ അകത്ത് കൊടുക്കാം. അപ്പം നമുക്ക് പ്രിൻറ്റ് ഫങ്ഷൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു എമൗണ്ട് 96.89845 ഇങ്ങനത്തെ ഒരു എമൗണ്ട്, ഇങ്ങനത്തെ ഒരു പെർസെൻറ്റേജാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് 2 ഡെസിമൽ പാർട്സ് മതി. ഓക്കെ, ഫസ്റ്റ് 2 ഡെസിമൽ പാർട്സ് മതി. അപ്പോൾ ഡെസിമൽ പാർട്സ് അത്ര മതിയെങ്കിൽ 2 കൊടുത്തു. നമ്മൾ ടു സ്ട്രിങ് ആസ് ഫിക്സഡ് എന്നുള്ളതിൽ നമ്മൾ 2 കൊടുത്തു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഒരുപാട് ഡെസിമൽ പാർട്സ് ഉണ്ടാവും, പക്ഷെ അതൊന്നും നമുക്ക് വേണമെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ടു സ്ട്രിങ് ആസ് ഫിക്സഡ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സ്ട്രിങ്സ് ആണോ, അതായത് ഡെസിമൽ പാർട്സ് ആണോ വേണ്ടത്, അതെടുത്തിട്ട് നമ്മൾ ആ എടുക്കുന്ന സമയത്ത് അത് റൗണ്ട് ചെയ്തിട്ട്, അതായത് ഇവിടെ 8889 എന്നാണ്, തേർഡ് 1 9 ആണ്, അതായത് 5-നേക്കാളിലും മുകളിലാണ്. അപ്പോൾ നമ്മൾ അതിനെ റൗണ്ട് ചെയ്തെങ്ങാണ്ട് 89 എന്നുള്ള രീതിക്ക് 96.89 ആക്കി എടുത്തു. നമ്മളിവിടെ എത്ര ഡിജിറ്റ്സ് മീൻസ് എത്ര ഡെസിമൽ പാർട്സ് വേണമെന്നുള്ളത് നമ്മൾ കൊടുക്കുക. ടു സ്ട്രിങ് ആസ് ഫിക്സഡ് ആയിട്ട് നമുക്ക് 4 ഡെസിമൽ പാർട്സ് വേണം. അപ്പോൾ നമ്മൾ 8895 എന്നാക്കാരം നമുക്ക് റിട്ടേൺ ചെയ്യുക. ഇനി 3 ആണെങ്കിലോ, 3 ആണെങ്കിൽ നമുക്ക് 3 ഡെസിമൽ പാർട്സ് വേണം. 96.8889 എന്നുള്ളത്. ഓക്കെ, ഇതാണ് ടു സ്ട്രിങ് ആസ് ഫിക്സഡ്. നമുക്ക് എത്ര ഡെസിമൽ പാർട്സ് വേണമെന്നുള്ളത് വെച്ചിട്ടാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഏതാണ്? ട്രങ്കേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡെസിമൽ പാർട്സിൽ ഇത്രയും നമ്പേഴ്സ് കൊടുത്തില്ലേ, ട്രങ്കേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹോൾ നമ്പർ പാർട്ട് മാത്രമേ കിട്ടുള്ളൂ. അതായത് 96 എന്നുള്ളത് മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യുള്ളൂ. ഡെസിമൽ പാർട്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യും. ട്രങ്കേറ്റ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ട്രങ്കേറ്റ് ടു ഡബിൾ ഉണ്ട്. പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ ട്രങ്കേറ്റ് ടു ഡബിൾ ഉണ്ട്. ഇതും സെയിം ആസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പെർസെൻറ്റിലോട്ട് അസൈൻ ചെയ്യാണ്, പെർസെൻറ്റേജിലോട്ട് അസൈൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബ്രേസസ് ഒക്കെ ശ്രദ്ധിക്കണം. ഇതുപോലെ അസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റും. ബട്ട് നമ്മൾ ട്രങ്കേറ്റ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ പറ്റുമോ? എറർ വരും. എന്താ എറർ വരിക? നേരത്തെ വന്ന അതേ എറർ തന്നെ. വാല്യൂ ഓഫ് ഇത് എറർ എന്താ നോക്കാൻ വേണ്ടിയിട്ട് ഈ കേസർ ആ റെഡ് ലൈനിൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ മതി.
എ വാല്യൂ ഓഫ് ടൈപ്പ് ഇൻ കാൺ ബി അസൈൻ ടു എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഡബിൾ. അതായത് ട്രങ്കേറ്റ് എന്നുള്ള റിട്ടേൺ ചെയ്യുക നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ ആണ്, ഇൻറ്റിജർ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഡബിളായി നമ്മൾ ഡാറ്റ ടൈപ്പ് ഡബിളായി ഡിക്ലെയർ ചെയ്ത പെർസെൻറ്റേജിലോട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ സമയം അങ്ങനത്തെ കേസിൽ നമുക്ക് ട്രങ്കേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കേസിൽ ട്രങ്കേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ട്രങ്കേറ്റ് ടു ഡബിൾ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻറ്റിജറിൻ്റെയും ഡബിളിൻ്റെയും പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, സിമ്പിളാണ് ഓരോ പ്രോപ്പർട്ടീസും. അപ്പോൾ ഓരോന്നും ഇതേപോലെ ഓരോ എക്സാമ്പിൾസ് വെച്ച് ചെയ്തെങ്ങാണ്ട് എല്ലാം ഓക്കെ ആക്കുക. ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. ജസ്റ്റ് ഇതേപോലെ നമ്മൾ ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഇതിൽ നിന്ന് നമുക്ക് വേണ്ട പ്രോപ്പർട്ടി ഏതാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എടുക്കുക, ദെൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റിജറിൻ്റെയും ഡബിളിൻ്റെയും ഒരുപാട് പ്രോപ്പർട്ടീസ് നോക്കി. അതിൽ തന്നെ നമുക്ക് ഫ്ലോർ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ആ ഫ്ലോർ എന്നുള്ള പ്രോപ്പർട്ടി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഞാൻ ആദ്യം ഇവിടെ ഒരു ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യട്ടെ. 28.6 എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ പെർസെൻറ്റേജിൻ്റെ ഫ്ലോർ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? പ്രിൻറ്റ് പെർസെൻറ്റേജ് ഡോട്ട് ഫ്ലോർ വാല്യൂ നമ്മൾ എടുക്കും. ഫ്ലോർ വാല്യൂ എടുക്കുന്ന ടൈമിൽ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? നമ്മൾ നേരത്തെ നോക്കിയില്ലേ? യെസ്, 98 എന്നാണ് റിട്ടേൺ ചെയ്യുക. അതായത് അതിൻ്റെ തൊട്ട് താഴെ, അതായത് 98.6 ആണ്. ഫ്ലോർ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് 98 എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ ട്രങ്കേറ്റ് എന്നുള്ള പ്രോപ്പർട്ടി നോക്കിയില്ലേ? ട്രങ്കേറ്റ് എന്നുള്ള പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്താ നമ്മൾ പറഞ്ഞത്? ട്രങ്കേറ്റ് എന്നുള്ള പ്രോപ്പർട്ടിയിൽ ഡെസിമൽ പാർട്സ് ട്രങ്കേറ്റ് ചെയ്ത് കളയും, അതായത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ ഹോൾ നമ്പർ പാർട്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ട്രങ്കേറ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ട്രങ്കേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? ഡെസിമൽ പാർട്ട് കളയും. അപ്പോൾ 98 നമുക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, 98 റിട്ടേൺ ചെയ്തു. അപ്പോൾ ഈ ഫ്ലോറും ട്രങ്കേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഫ്ലോറും ട്രങ്കേറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലോർ വാല്യൂ ആണ് എടുക്കുക. അപ്പോൾ ഒരു നമ്പർ ഉണ്ട്, 98.6 എന്നുള്ള നമ്പർ ഉണ്ട്. അതിൻ്റെ ഫ്ലോർ വാല്യൂ അതായത് 98 എടുക്കും. സിയിൽ പറയുമ്പോൾ 99 എടുക്കും, ഫ്ലോർ വാല്യൂ എന്ന് പറയുമ്പോൾ 98 എടുക്കും. ദെൻ ട്രങ്കേറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഡെസിമൽ പാർട്സ് ട്രങ്കേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ദെൻ ഹോൾ നമ്പർ പാർട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഇതിന് രണ്ടിനും സെയിം ഔട്ട്പുട്ടാണ് കിട്ടണത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എവിടെ വരുന്നത്? ഫ്ലോറും ട്രങ്കേറ്റും ഒരേപോലെയുള്ള പ്രോപ്പർട്ടി ആണോ? അതായത് എല്ലാ കേസിലും ഇത് സെയിം റിട്ടേൺ വാല്യൂ ആണോ നമുക്ക് റിട്ടേൺ ചെയ്ത് തരിക? ആണോ? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 98.6 എന്നുള്ള വാല്യൂ നോക്കി. ഇനി നമുക്കിതിൽ ഒരു നെഗറ്റീവ് വാല്യൂ നോക്കുക, 3.6. 3.6 വരുമ്പോൾ ട്രങ്കേറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? -3. അതായത് ഡെസിമൽ പാർട്ട് കളഞ്ഞിട്ടുള്ള വാല്യൂ -3. ദെൻ നമ്മൾ ഇതിനെ ഫ്ലോർ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോഴോ? ഫ്ലോർ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? ഫ്ലോർ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ നമ്പർ. അപ്പോൾ ഫ്ലോർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? ഇറ്റ്സ് -4. അപ്പോൾ രണ്ടിനും സെയിം റിട്ടേൺ വാല്യൂ ആണോ കിട്ടുന്നത്? അല്ല. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കേസിൽ ഫ്ലോർ എന്നുള്ള പ്രോപ്പർട്ടി ട്രങ്കേറ്റ് എന്നുള്ള പ്രോപ്പർട്ടി നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസാണ് റിട്ടേൺ ചെയ്യുക. നമ്മൾ നമ്പർ ലൈൻ ഒന്ന് നോക്കുക. നമ്പർ ലൈൻ നോക്കുമ്പോൾ -3.6 അതിൻ്റെ ഫ്ലോർ വാല്യൂ എടുക്കുമ്പോൾ, അതായത് -3.6ൻ്റെ ഫ്ലോർ വാല്യൂ തൊട്ട് താഴെയുള്ള വാല്യൂ എടുക്കുമ്പോൾ അവിടെ ഏത് വാല്യൂ വരുന്നത്? -1. ദെൻ -1 കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ -2, ദെൻ -3. -3ൻ്റെ താഴെ ഏതാണ് വരുന്നത്? -3.6ൻ്റെ താഴെ ഏതാ വാല്യൂ വരുന്നത്? യെസ്, ഇറ്റ്സ് -4. ഓക്കെ, -4 ആണ് ഫ്ലോർ വാല്യൂ എടുക്കുമ്പോൾ. നമ്മളിവിടെ സീൽ വാല്യൂ എടുക്കുമ്പോൾ ഏതാ വാല്യൂ വരിക? സീൽ എടുക്കുമ്പോൾ നമുക്ക് -3.6ൻ്റെ സീൽ ഫങ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാല്യൂ വരിക? -3. അതായത് -3 ആണ് അവിടെ സീൽ വാല്യൂ. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഫ്ലോർ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോഴും ട്രങ്കേറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോഴും നമുക്ക്
2 ഡിഫറെൻറ്റ് വാല്യൂസാണ് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഹോൾ നമ്പേഴ്സിൻ്റെ, അതായത് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് സെയിം നമ്പറാണ് ഫ്ലോർ യൂസ് ചെയ്യുമ്പോഴും ട്രങ്കേറ്റ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് റിട്ടേൺ ചെയ്യാം. ബട്ട് ഇൻ ദി കേസ് ഓഫ് നെഗറ്റീവ് വാല്യൂസ് നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ.